ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 1-ാം തീയതി ഷഷ്ടിയാണ്. വളരെ വളരെ വിശേഷപ്പെട്ട ഷഷ്ടിയാണ് മാർച്ച് 1-ാം തീയതി വരുന്നത്. അന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആദ്യം ഞാൻ ഷഷ്ടിയെപ്പറ്റി പറഞ്ഞതിന് ശേഷം ആ വിശേഷവും കൂടി പറയാം. അപ്പോൾ ഷഷ്ടി എടുക്കുന്ന എല്ലാവരും തലേ ദിവസം, അതായത് ഫെബ്രുവരി 29-ാം തീയതി ശുദ്ധാഹാരത്തിലിരുന്ന് ഇരുന്ന് വേണം ഷഷ്ടി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലുണ്ട് പിറ്റേ ദിവസത്തെ വ്രതത്തിനായി തയ്യാറെടുത്തിരിക്കുക. എപ്പോഴാണോ നമ്മൾ അരിഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് പച്ചരിച്ചോറ് മേടിച്ച് നമുക്ക് കഴിക്കാം. ചില ആളുകൾ ഉച്ചയ്ക്ക് കഴിക്കും, ചില ആളുകൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. ഇനി ക്ഷേത്രത്തിൽ പോയി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പച്ചരിച്ചോറ് വീട്ടിലുണ്ടാക്കി കഴിച്ചാലും മതി. ആ കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൂട്ടാനുകളെന്ന് പറയുന്നത് ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയോ അല്ലെങ്കിൽ മുളകോ മോരോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അതായത് വളരെ ലഘുവായ ഒരു കൂട്ടാൻ കൂട്ടി വേണം നമ്മൾ കഴിക്കാനായിട്ട്. അല്ലാതെ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ പാടില്ല. വളരെ ലഘുവായ ഭക്ഷണം. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവുമാണ് നിങ്ങൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക. അതല്ല, സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിങ്ങൾ അരിഭക്ഷണം കഴിക്കുന്നതെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും നിങ്ങൾക്ക് പഴങ്ങളൊക്കെ കഴിക്കാം. അസുഖമുള്ളവർക്ക് അങ്ങനെ നമുക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഒരു നേരം നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന അരിഭക്ഷണം, പച്ചരിച്ചോറ് കഴിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ പച്ചരി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കാതെ ഉപവസിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഉപവസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപവസിക്കാം. പക്ഷേ അസുഖമോ മറ്റു കാര്യങ്ങളോ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉപവസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തലേ ദിവസം പിറ്റേ ദിവസത്തെ വ്രതത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതും വളരെ നല്ലതാണ്. ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഇരുന്നിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ വ്രതത്തിലേക്ക് പോകുന്നത്. പക്ഷെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും മുമ്പായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. വിഘ്നേശ്വരൻ്റെ 2 വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ആ 2 വീഡിയോയും നിങ്ങൾ കാണണം നിർബന്ധമായിട്ടും. കാരണം ഒന്ന്, നമുക്ക് ഗണേശപ്രീതി കുറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോയും, അതുപോലെ തന്നെ വിനായക ചതുർത്ഥിയെ പറ്റി ഇട്ടിരുന്ന വീഡിയോയും. അത് നിങ്ങൾ കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ വിനായകനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. വേലായുധ സ്വാമിയുടെ ഏറ്റവും ശക്തിമത്തായ മന്ത്രമെന്ന് പറയുന്നത് ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രമാണ്. ആ മന്ത്രം 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കാം, ഉച്ചയ്ക്കും ജപിക്കാം. അതാണ് ചെയ്യേണ്ടത്. ഇനി ഷഷ്ടിവ്രതം എന്തിനാണ് എടുക്കുന്നത്? ഷഷ്ടിവ്രതം എടുക്കുന്നത് നമുക്ക് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ജാതകദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റുകയും, അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സന്താനങ്ങളുടെ അഭിവൃദ്ധിയുമാണ് ഷഷ്ടിവ്രതത്തിൻ്റെ ഫലം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായാൽ, അവർ നന്നായി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരുടെ ശ്രേയസ്സിന് വേണ്ടി അമ്മമാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് ഷഷ്ടിവ്രതം. ഇനി അവർ നല്ല ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കന്മാരും മിടുക്കത്തുകളുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും നാളെ അവർക്കൊരു ദോഷവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അമ്മമാർക്ക് എടുക്കാൻ പറ്റുന്ന വ്രതമാണ് ഷഷ്ടിവ്രതം. അതുകൊണ്ട് എല്ലാ സ്ത്രീജനങ്ങളും ഷഷ്ടിവ്രതം എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദുഃഖമാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഈ സമ്പത്ത് കൊണ്ടോ മറ്റു സുഖങ്ങൾ കൊണ്ടോ യാതൊരു ഫലവും ഇല്ലാതായി മാറും. അപ്പോൾ അതിനുവേണ്ടി മാസത്തിൽ 1-2 ദിവസമൊക്കെ ഇതുപോലുള്ള വ്രതങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഏകാദശിയും ഷഷ്ടിയും ഒക്കെ എല്ലാ മാസവും എടുക്കുന്നത്. അപ്പോൾ ഒരു 4 ദിവസം നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ, അതായത് 2 ഏകാദശിയും 2 ഷഷ്ടിയും, അത് അത്രയും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമൊക്കെ ഏകാദശി എടുക്കുമ്പോൾ നമ്മൾക്ക് സ്വയം നമ്മളുടെ ഒരു പുരോഗതിയായിട്ട് ഏകാദശിയെ കണക്കാക്കുകയും ഷഷ്ടിവ്രതം നമ്മളുടെ മക്കൾക്ക് വേണ്ടി എടുക്കുകയും ചെയ്യുക. ഇതാണല്ലോ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്
പറയുന്നത്, വിധിപ്രകാരം പറയുന്നത്. അപ്പോൾ എല്ലാവരും ഷഷ്ടിവ്രതം എടുക്കുക. ഇനി വ്രതം എടുക്കാൻ സാധിക്കാത്തവരാണ്, ഇപ്പം പെൻസസ്, പുലവാലായ്മ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയെങ്കിലും മുടങ്ങാതെ ചെയ്യുക. ഇനി മെൻസസ് ആയിരിക്കുന്നവർ, പുലവാലായ്മയുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വ്രതത്തിൻ്റെ ആ നിഷ്ഠയിൽ തന്നെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ക്ഷേത്രത്തിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യാം. അപ്പം നിർബന്ധമായും എല്ലാവരും ഷഷ്ടിവ്രതം എടുക്കുക. മാസത്തിൽ 2 ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും 2 ദിവസം നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും മാറ്റിവെക്കുക. അതായത് 2 ഷഷ്ടിയും 2 ഏകാദശിയും. ഇനി ഈ ഷഷ്ടിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അന്നത്തെ ദിവസം, അതായത് മാർച്ച് 1-ാം തീയതി യശോദാ ജയന്തിയാണ്. അതായത് യശോദാ മാതാവിൻ്റെ ജന്മദിവസമാണ് മാർച്ച് 1-ാം തീയതി. അതുകൊണ്ട് അന്നേ ദിവസം യശോദാ ജയന്തിയായി ആചരിക്കുന്നു. അപ്പോൾ യശോദാ മാതാവ് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ വളർത്തിയ മാതാവാണ് ആരെന്ന് പറയുന്നത്? യശോദാ മാതാവ്. ദേവകിയാണ് പ്രസവിച്ചതെങ്കിലും യശോദാനന്ദനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ലീലകളും കുട്ടിക്കാലങ്ങളും എല്ലാം കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്, ഭഗവാനെ സന്തോഷത്തോടുകൂടി വളർത്താനും ഭഗവാനെ ശാസിക്കാനും ശിക്ഷിക്കാനും സ്നേഹിക്കാനും എല്ലാം അവസരം കിട്ടിയത് ദേവകിക്കല്ല, യശോദാ മാതാവിനാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം യശോദാ മാതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, യശോദാ മാതാവിനെയും ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇനി ഉത്തരേന്ത്യയിലൊക്കെ അന്നത്തെ ദിവസം യശോദാ മാതാവിൻ്റെ ഫോട്ടോ, അതായത് യശോദാ മാതാവിൻ്റെ മടിയിൽ കയ്യിലിങ്ങനെ ലഡു ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ അവരൊരു പീഠത്തിൽ ചുവന്ന തുണിയൊക്കെ വിരിച്ച് അതിൽ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ച് പഴവർഗ്ഗങ്ങളും കുങ്കുമവും അതുപോലെ തന്നെ പൂക്കളും മധുരമുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ, ഉണ്ണിയപ്പം പോലുള്ള പലഹാരങ്ങൾ, ലഡു, വെണ്ണ, ഇതൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? പൂജ നടത്തും. എന്നിട്ട് യശോദാ മാതാവിനെ പ്രാർത്ഥിക്കും, ഉണ്ണികൃഷ്ണനെ പ്രാർത്ഥിക്കും, ഭഗവാന്റെ ആ കുഞ്ഞു രൂപത്തെ പ്രാർത്ഥിക്കും. അങ്ങനെ യശോദാ മാതാവിൻ്റെയും ഉണ്ണിക്കണ്ണൻ്റെയും കഥകളൊക്കെ അന്നത്തെ ദിവസം വായിക്കും, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉണ്ണിക്കണ്ണനെ പോലുള്ള ഉണ്ണി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകളെല്ലാവരും അന്നത്തെ ദിവസം യശോദാ മാതാവിനെയും ഉണ്ണിക്കണ്ണനെയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ അന്നത്തെ ദിവസം യശോദാ മാതാവിനെയും ഉണ്ണിക്കണ്ണനെയും പ്രാർത്ഥിക്കുക. ഇനി കുട്ടികൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരും പ്രാർത്ഥിക്കുക. ഇനി കുട്ടികൾ ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടികൾക്ക് വളരെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ തൻ്റെ അമ്മയെ സ്നേഹിച്ചത് അതുപോലെ മക്കളെല്ലാവരും ഉണ്ണിക്കണ്ണന്മാരായി വളരാൻ വേണ്ടി അമ്മമാർ അന്നത്തെ ദിവസം യശോദാ മാതാവിനെയും ഭഗവാന്റെ ആ കുഞ്ഞു രൂപത്തെയും പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഷഷ്ടിയും യശോദാ ജയന്തിയും കൂടി ഒന്നിച്ച് വന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഷഷ്ടിവ്രതം എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയും അല്ലേ? അപ്പോൾ മക്കൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്ന ആ ഷഷ്ടിവ്രതത്തിൻ്റെ അന്നത്തെ ദിവസം തന്നെയാണ് യശോദാ ജയന്തിയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രത്യേകതയുള്ള ഷഷ്ടിയാണ് അന്നത്തെ ദിവസം, പ്രത്യേകതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യുന്നതിനായിട്ട് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഭഗവാൻ വേലായുധ സ്വാമിയെയും അതുപോലെ തന്നെ യശോദാ മാതാവിനെയും ഉണ്ണിക്കണ്ണനെയും ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരും 2 ദേവന്മാരെയും യശോദാ മാതാവിനെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം. അതല്ല ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, നമ്മുടെ ഇഷ്ടം. എങ്കിലും 2ഉം പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക. പ്രാർത്ഥിക്കുക, പരമാവധി സമയം ജപിക്കുക, ഭഗവാനെ വിളിക്കുക. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലാക്കി പരമാവധി സമയം പ്രാർത്ഥിക്കുക. ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാവരും ജപമാല മേടിച്ചു വെച്ച് 1 റൗണ്ട് ആദ്യം ജപിക്കണം, പിറ്റേ ദിവസം 2 റൗണ്ട്
റൗണ്ട് ജപിക്കണം. അങ്ങനെ 16 മാല വരെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ജപിച്ച് വരുമ്പോൾ, നാമം ചൊല്ലി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് പറയുക, കുഞ്ഞുങ്ങളെ അതൊക്കെ ശീലിപ്പിക്കുക, കഥകൾ കേൾക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ കലിയുഗത്തിൽ നമുക്കിത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം ദുരിതപൂർണമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മം എന്താണ്? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരമാവധി സമയം പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മാർച്ച് 1-ാം തീയതി എല്ലാവരും നിങ്ങൾ യശോദാ മാതാവിന് ജന്മദിനാശംസകൾ നേരണം. ഞാൻ പോസ്റ്റ് ഇടാം. ആ പോസ്റ്റിൻ്റെ താഴെ എല്ലാവരും ജന്മദിനാശംസകൾ നേരണം. വിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാന്റെയും യശോദാ മാതാവിൻ്റെയും രൂപം മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾ ദേവിക്ക് ജന്മദിനാശംസകൾ നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചും നേരണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഷഷ്ഠിവ്രതം നിർബന്ധമായും എടുക്കാത്തവരെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.